നമ്മൾ ഇന്നലെ പറഞ്ഞതേ ജീവിതത്തിന്റെ രണ്ട് ധർമ്മങ്ങള്. ഒന്ന് ശരീരത്തിന്റെ ധർമ്മവും മറ്റേത് മനസ്സിന്റെ ധർമ്മവും. ശരീരത്തിന്റെ ധർമ്മം നമുക്കറിയാം. അത് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ടതെന്നില്ല, നമ്മൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. പക്ഷെ മനസ്സിന്റെ ധർമ്മം നമ്മൾ അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങളിൽ കൂടെയും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗുരുവിൽ കൂടെയൊക്കെ നമുക്കിങ്ങനെ അറിയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ധർമ്മം, നമ്മൾ ആ ധർമ്മത്തിനെ കുറിച്ചും നമുക്ക് വ്യക്തമായുള്ള ധാരണ ഉണ്ടാവണം. ധർമ്മം എന്താണെന്നുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ ശരികളിൽ കൂടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരികളിൽ കൂടെ പോകുന്നതിന് പകരം ധർമ്മത്തിലാണോ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ ഈ വ്യാവഹാരിക ധർമ്മവും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ശരീരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ അത് ശരീരത്തിൻ്റെ ധർമ്മവും പാലിക്കണം. മനസ്സിൻ്റെ ധർമ്മവും പാരമാർത്ഥിക ധർമ്മവും നമ്മൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഉൾക്കൊണ്ടുകൊണ്ടെന്ന് വെച്ചാൽ വ്യാവഹാരിക ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഇത് ഞാൻ ബുദ്ധിയിൽ, ദേഹം ബുദ്ധിയിൽ നിന്നല്ല, ഇത് ശിവോഹം ബുദ്ധിയിൽ, എന്ന് വെച്ചാൽ ഞാൻ ഈശ്വരൻ്റെ ഒരു പാർട്ടാണെന്നുള്ള വിചാരം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നിരന്തര ചിന്തനം. നമ്മൾ ഈ അജ്ഞാനത്തിലാന്ന് പറയുന്നു. അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ശരീരമാണെന്നുള്ള തോന്നല. നമ്മൾ ഞാൻ ഈശ്വരനാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ തിയറി പഠിച്ചാലും എപ്പോഴും നമ്മുടെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു തോന്നൽ നമ്മൾ ശരീരമാണ്. നമുക്കതുകൊണ്ട് ശരീരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയായിട്ട് നമ്മളിങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനിത് അനുഭവിക്കുകയാണ്, ഞാനിത് സുഖിക്കുകയാണ്, ഞാനെന്നെ ദുഃഖിക്കുകയാണെന്നുള്ള രീതിയിലോട്ട് ഇപ്പം ആ അഹങ്കാര ബുദ്ധിയില്ല. അഹങ്കാരം വെച്ചാൽ നമ്മൾ ധിക്കാരം എന്നുള്ളതല്ല, ഞാനെന്ന ഭാവത്തിലാണ് എപ്പോഴും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ആ എപ്പോഴും ആ ചിന്ത വിട്ട് ഞാൻ ഈശ്വരൻ്റെ ഒരു അംശമാണെന്നുള്ളൊരു നിരന്തര ചിന്തന ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമ്മുടെ ജീവിതത്തിലോട്ട് മുന്നേറാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യമുണ്ട്. ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യം എന്തുവാ നമുക്ക് നമ്മൾ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? മോക്ഷം കിട്ടാൻ ആ, മോക്ഷം മോക്ഷം കിട്ടാനാണ്. മോക്ഷം കിട്ടുക എന്നുള്ളതാണ്. കാരണം മരിച്ചതിന് ശേഷം കിട്ടേണ്ട ഒരു സംഗതി അല്ലത്. ഈ മരിച്ചതിന് ശേഷം മരിക്കുന്നത് വരെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ജന്മമുണ്ട്. അപ്പം ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ശരീരം വിടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിനെ ഈശ്വരനിൽ എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം. അല്ലാതെ നമ്മുടെ ഭൗതികമായിട്ടുള്ള, നമ്മളിപ്പോൾ എല്ലാം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ പലതും ചെയ്തു തീർക്കാനുണ്ട്. പലതിലോട്ട് അതാ ഇതൊക്കെ നമുക്ക് ഒരു കാലത്തും ഒരു ജന്മത്തിൽ നമുക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇങ്ങനെ കിടക്കും. പക്ഷെ അതിനെ ഒരു മുഖിയാക്കാൻ നോക്കരുത് നമ്മൾ. അതല്ല, ചെയ്യാനൊക്കുന്നത് ചെയ്യുക. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മുഖ്യമാണ് എൻ്റെ മനസ്സിന് ഉപ്പ് കൊടുക്കുന്ന പ്രാക്ടീസ്. നമ്മുടെ കർത്തവ്യം, ഓരോരുത്തർക്കും വന്നു ചേർന്നിട്ടുള്ള ഒരു ചില കടമകളൊക്കെ ഉണ്ടോ ഓരോ സാഹചര്യത്തിൽ, അതിനനുസരിച്ച് നിൽക്കുകയും വേണം. എന്നാൽ മനസ്സിനെ ഞാൻ എപ്പോഴും ഈശ്വരൻ, ആ നിരന്തര ചിന്തനത്തിൽ കൂടെ ഞാൻ എൻ്റെ മനസ്സിനെ ഉയർത്തുകയും വേണം ധർമ്മത്തിലോട്ട്. ഏത് തീരുമാനം എടുക്കുന്നതിലും അത് നമുക്ക് തോന്നും വലിയ വലിയ കാര്യങ്ങളാണ് ഇതൊക്കെ. നിസ്സാര കാര്യങ്ങളിൽ പോലും നമ്മൾ ഉള്ളിലോട്ട് നോക്കാൻ പഠിക്കണം. നമ്മൾ വെളിയിലോട്ട് നോക്കിയിരിക്കുക, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് പറയും, അവരെ വല്ലതും പറഞ്ഞാൽ നമുക്ക് വിഷമം. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് മറ്റുള്ളവരിൽ നമ്മൾ അവരെ ഫ്രെയിം ചെയ്യാനും അവരെന്തോ നമ്മൾ അങ്ങോട്ട് നോക്കിക്കൊണ്ട് ഉള്ളിലോട്ട് എൻ്റെ മനസ്സ് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വിഷമം വരുന്നേ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴാണ് നമുക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും ഉള്ളപ്പോഴാണ്. നമുക്ക് വളരെ നല്ല എല്ലാം വിചാരിക്കുന്ന പോലെ എല്ലാം കാര്യങ്ങൾ നടന്നും എല്ലാം സമൃദ്ധിയായിട്ട് പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഈ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കത്തില്ല. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് അല്ല വേണ്ടത്. നമുക്ക് എപ്പോഴും നല്ലതിനും ഇപ്പം എപ്പോഴും എല്ലാം ഈ ഈശ്വരനോട് തിരിയുന്ന എങ്ങനെ പലരും ഈ ആത്മീയതയിലോട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് യൂഷ്വലായിട്ട് കാണുന്നത്. അല്ലാതെ ഇതിനെ അറിയണം എന്നുള്ള രീതിയിലല്ല. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി
ഓരോരോ കാര്യങ്ങളോട്ട് തുടങ്ങുക. അങ്ങനെ ആയിരിക്കരുത്. നമുക്ക് ഈ നമ്മുടെയൊക്കെ ഇത് നാച്ചുറലായിട്ട് തന്നെ ഇതിനെ അറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ നമുക്കൊരു സാഹചര്യം വന്നു ചേരുക. നമുക്ക് ഒരു സാഹചര്യങ്ങളെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. എത്രയോ പേർക്ക് ഇങ്ങനെ ഈ അറിയാനുള്ളൊരു സാഹചര്യം കിട്ടാതിരിക്കുന്നു. അപ്പം നമ്മൾക്ക് വന്നു ചേർന്നിട്ടുള്ള ഒരു പരിണാമം, അത് എവല്യൂഷന്റെ ഭാഗമാണ്. നമ്മളിങ്ങനെ ഈ ജീവിതത്തിൽ നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ നമ്മളെ പ്രായത്തിൽ ഓരോ ശരീരം കൂടി ഞാൻ അതിൽ നിന്ന് വിട്ട് വേറെ ശരീരം എടുത്തു ഇങ്ങനെ. പക്ഷെ നമുക്ക് അതിലൊന്നും വിഷമമില്ല. എന്താ? എനിക്ക് അഭിവൃദ്ധിയുണ്ട്, പുരോഗതിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക. ഈ ഉയർച്ച എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ജീവിതത്തിന്റെ വ്യാവഹാരിക ധർമ്മമാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ഘട്ടത്തിൽ നമുക്ക് അറിയും, നമുക്ക് വെളിവാകുകയാണ്, അപ്പോൾ എനിക്ക് ഇനിയും വേറൊരു തലമുണ്ട് ഇതിന്. ഈ ആത്മീയമായിട്ടുള്ള അറിവില്ലാത്തവർക്കോ ഇങ്ങനെ തലമുണ്ടെന്നേ അറിയത്തില്ല. എല്ലാം എൻ്റെ ബുദ്ധി നടക്കുന്നു, എല്ലാം കാര്യങ്ങളെങ്ങനെ പോകും, പിന്നെ സ്വസ്ഥമായിട്ടിരുന്നങ്ങ് മരിക്കണം. ഇതല്ല ജീവിതത്തിന്റെ അർത്ഥം. ജീവിതത്തിന്റെ ലക്ഷ്യം ഇതല്ല. എൻ്റെ മനസ്സിനെ ഈശ്വരൻ വെച്ചാൽ എന്താ? നിത്യമായ ശാന്തി, സമാധാനം. അവിടെ മൗനമാ, നിശബ്ദമാ. ശബ്ദം അവിടെ അല്ലേ പറഞ്ഞേ, ഗുണങ്ങളില്ലാത്ത ഒരു, അവിടെ സച്ചിത് ആനന്ദം എന്നുള്ളതാ. അവിടെ അതൊരു ആനന്ദ സ്റ്റേജാണ്. നമുക്കിപ്പോഴും ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോഴാണ് ആനന്ദം സന്തോഷം വരുന്നത്, സുഖം വരുന്നത്. ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോൾ അപ്പോഴും ആ സുഖം കുറച്ചു നേരത്തേക്ക് നിൽക്കും, പിന്നെ അത് മാറി, പിന്നെയും ദുരിതമായി. ചിന്തകളാണ് എൻ്റെ ദുരിതം. ചിന്തയില്ലാതിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമുക്ക് ഏറ്റവും വലിയ സമാധാനം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഉറക്കത്തിൽ നമുക്ക് ഒരു ദുഃഖവും ഇല്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചിന്തകളില്ല, എൻ്റെ മനസ്സിൽ ചിന്തകളില്ല. വളരെ സുഖമായിട്ട് നമ്മൾ ഉറങ്ങും. അപ്പൊ നമ്മുടെ ദുഃഖത്തിന് കാരണം നമ്മുടെ മനസ്സ് തന്നെ. ഈ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? എവിടുന്ന് വന്നതാ? വാസനയിൽ വന്നതാ. ഈ അഴുക്കാണ് എൻ്റെ ചിന്തകളായിട്ട് വരുന്നത്, നല്ലതും ചീത്തയും. എൻ്റെ മാലിന്യം അത്. അതിൽ നിന്നാണ് എൻ്റെ ചിന്തകൾ വരുന്നത്. ഈ മാലിന്യം എങ്ങനെ വന്നു? ഈ ഈശ്വര ചൈതന്യത്തിന് പ്രതിഫലിക്കുക. ഈ മാലിന്യം മാറിയാലോ ഞാൻ ഈശ്വരനായിട്ട് മാറുക അവിടെ. പിന്നെ പ്രതിഫലിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഈശ്വരനായിട്ട് മാറുന്ന ഒരു അവസ്ഥ. അത് എവിടുന്ന് വരുന്നു? എൻ്റെ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓരോ സാധനങ്ങൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നു, ലളിതാ സഹസ്രനാമം ചൊല്ലുന്നു. ഇങ്ങനെയുള്ള ഓരോ ഓരോ സാധനങ്ങൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? എൻ്റെ മനോനിഗ്രഹത്തിന് വേണ്ടിയാ, എൻ്റെ ചിന്തകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി. അപ്പം ഈ ധ്യാനം എന്ന് പറയുന്നത്, നമ്മൾ ഉറക്കത്തിൽ നമുക്ക് ഒരു ചിന്തകളുമില്ല, മനസ്സില്ല അവിടെ. അപ്പം ജീവാത്മാവെന്ന്, ഞാനും ജീവാത്മാവാണല്ലോ. എങ്ങനെയുള്ള ജീവാത്മാവ്? പരമാത്മാവിൻ്റെ അംശം ഈ വാസനയിൽ റിഫ്ലക്റ്റ് ആയതാണ്, പ്രതിഫലിച്ചതാണ്. ഈ വാസനയിൽ പ്രതിഫലിക്കുമ്പോഴോ വാസനയിലുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉള്ള അനുഭവങ്ങൾ ഈ ജീവാത്മാവിനെ അനുഭവിക്കണം. ഏതിലേക്കൂടെ? ഈ വാസന എന്ന് വെച്ചാൽ എന്തുവാ? കാരണ ശരീരം. ഈ പരമാത്മാവിൻ്റെ അംശം കാരണ ശരീരത്തിൽ പ്രതിഫലിക്കുമ്പോൾ ജീവാത്മാവ് ഈ ജീവാത്മാവ് കൊണ്ടുവന്നേക്കുവാണ് സഞ്ചിത കർമ്മം. ആ സഞ്ചിത കർമ്മം പ്രാരബ്ധമായി, കുറച്ച് ശരീരമായി, കുറച്ച് പ്രാരബ്ധമായി. അപ്പൊ ഈ ജീവാത്മാവിന് പ്രാരബ്ധം അനുഭവിക്കേണ്ടതുള്ളൂ. പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താ? നല്ലതും ചീത്തയും ചേർന്നതാണ്. അപ്പോൾ ഈ ജീവാത്മാവിന് പ്രാരബ്ധം അനുഭവിക്കുന്ന ഇതിലെ കൂടാ രണ്ട് ഉപകരണങ്ങളുണ്ട് ഈ ജീവാത്മാവിന്. ഒന്ന് അന്ധകരണവും ഒന്ന് സ്ഥൂല ശരീരവും. സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും. ഇത് രണ്ടും ഉപയോഗിച്ച് ഈ ജീവാത്മാവ് പ്രാരബ്ധം അനുഭവിക്കുക. അപ്പം ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മഫലം. ഈ കർമ്മഫലത്തിന് എനിക്ക് എൻ്റെ യാത്ര എങ്ങോട്ടാ? എനിക്ക് പോകേണ്ടത് ഈശ്വരനിലോട്ടാ. ശരീരത്തിന് അതിൻ്റെ മാക്സിമം എവല്യൂഷൻ സ്റ്റേജ്, ഞാൻ എത്രയോ ചെറിയ ചെറിയ ജീവികളായിട്ടോ പല പല ശരീരം കൂടി കടന്നു വന്ന് അവസാനം എനിക്ക് മനുഷ്യന്മം കിട്ടി. ഇപ്പൊ ശരീരത്തിന് ഇനിയും അടുത്തൊരു സ്റ്റേറ്റിലോട്ട് പോകാനില്ല. ശരീരത്തിന്റെ മാക്സിമം പരിണാമം എവല്യൂഷൻ കഴിഞ്ഞു. ഇതിലേക്ക് വരുന്ന ഹയസ്റ്റ് ലെവലിലോട്ടുള്ള ഒരു ജന്മം ഇല്ല ശരീരം കൊണ്ട്. പിന്നെ ഞാൻ ശരീരവും മനസ്സോട് ചേർന്നതാ. ഈ ജീവാത്മാവിന് രണ്ട് ഉപകരണങ്ങളുണ്ട്, ശരീരം മാത്രമല്ല മനസ്സുമുണ്ട്. ഈ മനസ്സാണ് ശരീരത്തിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മനസ്സിനാണ് എൻ്റെ പോക്ക്. ശരീരത്തിന്റെ അത് പഞ്ചഭൂതത്തിൽ നിന്ന് വന്നു, പഞ്ചഭൂതത്തിൽ ലയിച്ചോളും. ഒരു എഫർട്ടും ആവശ്യമില്ല, അത് ജഡവസ്തുവാണ്. അതേസമയത്ത് മനസ്സ് വന്നേക്കുന്ന പരമാത്മ ചൈതന്യത്തിൽ നിന്ന് അതിന് പോകേണ്ടത് എങ്ങോട്ടാ? അതിലോട്ട് തന്നെ പോകേണ്ടത്. അതിന് പകരം നമ്മൾ അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. എങ്ങനെ? കർമ്മഫലം കൂട്ടി.
അപ്പം നമ്മൾ ഈ കർമ്മഫലം കൂട്ടുന്നതിന് പകരം കുറയ്ക്കണം. കർമ്മഫലം എങ്ങനെ ഉണ്ടായി? ഞാൻ ഓരോ ജന്മങ്ങളിലുണ്ടായ കർമ്മം ചെയ്താണ് കർമ്മഫലം ഉണ്ടായത്. അപ്പൊ കർമ്മഫലത്തിന് എന്റെ സഞ്ചിത കർമ്മത്തിന് എങ്ങനെ ഉണ്ടായി? ഓരോ ജന്മങ്ങളിൽ ഞാൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളിൽ നല്ലതും ചെയ്തിട്ടുണ്ട്, ഞാൻ ചീത്തയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും എനിക്ക് കിട്ടിയേ പറ്റൂ. അപ്പം ഞാൻ ഈ കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ ജന്മം എടുത്തിരിക്കുന്നു. പക്ഷെ എൻ്റെ യാത്ര എങ്ങോട്ടാ? എനിക്ക് പോകേണ്ടത്, എൻ്റെ ലക്ഷ്യം ഈശ്വരനിലോട്ടാ. പക്ഷേ അപ്പം നമ്മൾ എങ്ങനെ യാത്ര ചെയ്യണം? ഈ കർമ്മഫലങ്ങളെ കുറച്ചു കൊണ്ടുവരണം. ഈ കർമ്മഫലങ്ങളെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കും? നമുക്ക് ഇതിനകത്ത് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. കർമ്മഫലത്തിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ കർമ്മഫലത്തിനെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മഫലത്തിനെ കർമ്മം കൊണ്ട് തന്നെ വേണം ഇല്ലാതാക്കാൻ. ഇല്ല, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നത് പോലെ ഈ കർമ്മഫലത്തിനെ കർമ്മം കൊണ്ട്. അപ്പം കർമ്മത്തിനെ ഞാൻ ബുദ്ധി എന്നുവെച്ചാല് അഹംബുദ്ധിയിൽ, ഞാൻ ദേഹമാണ്, ഞാൻ ബുദ്ധിയാണ്, അഹങ്കാരമാണ്. ഇപ്പൊ ഈ ഞാനെന്ന ഭാവത്തിൽ ചെയ്യാതെ ഈ ഞാൻ പരമാത്മാവിന്റെ ഒരു അംശമാണ്, ഈശ്വരന്റെ ഒരു അംശമാണ്. ആ ഈശ്വര ചൈതന്യം എന്നിൽ ഉണ്ടായത് കൊണ്ടാണ് എനിക്കിത് അനുഭവിക്കാൻ കഴിയുന്നുള്ള ഒരു നിരന്തര ചിന്തനം, ഒരു ഓർമ്മ നമ്മൾ എപ്പോഴും ഉണ്ടാവണം. അങ്ങനെയാണ് ഈ മനസ്സിന് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അഹങ്കാര ബുദ്ധിയിൽ നിന്നും വിവേക ബുദ്ധിയിലോട്ട്. വികാരമാണ് നമുക്ക് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ഓരോ വികാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ അനുഭവങ്ങളിൽ കൂടി എനിക്ക് ഓരോ വികാരങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് ഞാൻ കർമ്മം ചെയ്യാൻ തുടങ്ങും. അതിന് പകരം വികാരങ്ങളെ മാനേജ് ചെയ്യാനും, അപ്പോൾ എനിക്ക് വിവേകം ഉണ്ടാവും. വിവേകത്തിൽ കർമ്മം ചെയ്യാൻ പഠിക്കണം. വിവേകത്തിന് നമുക്ക് ആർക്കും കൂട്ടാനും കുറയ്ക്കാനും ഒക്കത്തില്ല. അതെല്ലാവരും തുല്യമായ അളവിലുണ്ട്. പക്ഷെ അതിൻ്റെ കൂടുതലും കുറവായിട്ട് നമുക്ക് തോന്നുന്നത് എന്താ? ഓരോരുത്തരുടെ വാസനയെ അതിന് കൂടുതൽ. ഒരാളുടെ വാസന ഒത്തിരി മറച്ചിരിക്കുന്നു, ഒരാളുടെ വാസന ചെറുതായിട്ടേ മറയ്ക്കുന്നുള്ളൂ. അപ്പം വിവേകം നമുക്ക് ആ കറക്റ്റ് സമയത്ത് ആ വിവേകം വേണ്ടത്. നമ്മൾ രാത്രി കിടന്നെങ്കിൽ അങ്ങനെ പറയണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചിന്തയ്ക്ക് വരും. ആ സമയത്ത് നമുക്ക് വിവേകം വരും, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും. വിവേകത്തിൽ കർമ്മങ്ങൾ ചെയ്യും. അപ്പൊ അത് കർമ്മയോഗം എന്ന് പറയും. സോ നമ്മുടെ കർമ്മഫലത്തിന് കർമ്മയോഗം വഴി നമുക്ക് നമ്മുടെ കർമ്മഫലത്തിനെ ഇല്ലാതാക്കാൻ പറ്റും. കർമ്മഫലത്തിനെ കർമ്മയോഗത്തിൽ കൂടെ കർമ്മം ചെയ്താൽ ഞാൻ കർമ്മഫലം കൂട്ടിക്കൊണ്ടിരിക്കും. കർമ്മം ചെയ്യാന്ന് വെച്ചാൽ എന്തുവാ? ഞാൻ ദേഹം ബുദ്ധിയിൽ, അഹം എന്നുള്ള ബുദ്ധിയിൽ, അഹം ബുദ്ധിയിൽ കർമ്മം ചെയ്യരുത്. ഞാൻ ഈശ്വരനാണെന്ന്, ഞാൻ പരമാത്മജന്റെ അംശമാണെന്നുള്ള രീതിയിൽ സമർപ്പണ ബുദ്ധിയിൽ, വിവേകത്തിൽ കർമ്മം ചെയ്താൽ നമ്മുടെ കർമ്മഫലം കുറഞ്ഞു വരും. അങ്ങനെ നമ്മൾ പടിപടിയായിട്ട് നമ്മുടെ മനസ്സ് ഉയരും. നല്ല കഠിന പ്രയത്നം ചെയ്താൽ ഈ ജന്മം തന്നെ കിട്ടാനും മതി. അല്ലെങ്കിലോ നമ്മൾ ഈ ശരീരം വിട്ടാല് വേറെ ശരീരം എടുക്കും. പക്ഷെ ഈ നമ്മൾ തുടങ്ങി വെച്ച കർമ്മം ഉണ്ടല്ലോ, അത് വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. നമ്മൾ നേരത്തെ ഒരു ശ്ലോകത്തിൽ പഠിച്ചു, എന്തോ അഭികർമ്മനാശവും വേറൊന്നുകൊണ്ട് പറയുമല്ലോ, ഓർമ്മയുണ്ടോ? പ്രത്യയവായവും അഭികർമ്മനാശവും. ചില കർമ്മങ്ങള് തുടങ്ങി വെച്ചു, ഇടയ്ക്ക് വെച്ച് നിന്നുപോയി, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് ചെയ്തേ പറ്റൂ. ഇത് കർമ്മത്തിന്റെ ഒരു നേച്ചറായത്. ചില കർമ്മങ്ങളോ നമ്മൾ ചെയ്യേണ്ടതിന് പകരം അതിന്റെ മാറി ചെയ്യും, അറിയാതെ വിപരീത ഫലം ഉണ്ടാക്കും. ചെയ്യേണ്ടതിന് പകരം ചെയ്താത്തത് നമ്മൾ ചെയ്യും. അയ്യോ അതാണല്ലോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അപ്പൊ അതിന് വിപരീത ഫലം ഉണ്ടാക്കും. ഈ രണ്ടും കർമ്മത്തിനെ ബാധിക്കുന്ന. അതേസമയത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഞാൻ ഈശ്വരനാണ്, ഈശ്വരന്റെ അംശമാണ് ഞാൻ, എന്റെ കർമ്മഫലത്തിനെ എനിക്ക് തീർക്കണം, ഈ രീതിയിൽ നമ്മൾ സമർപ്പണ ബുദ്ധിയിൽ, വിവേക ബുദ്ധിയിൽ കർമ്മം ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ കർമ്മഫലം കൂടത്തില്ല. ഉള്ള കർമ്മഫലം കുറയുകയും ചെയ്യും, പുതിയ കർമ്മഫലം ഉണ്ടാവത്തുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങനെ നമ്മൾ ആത്മസാക്ഷാത് കംപ്ലീറ്റ് ആയിട്ട് ഇതായിട്ടില്ല, അതിനിടയ്ക്കാണ് നമ്മൾ ശരീരം വിടുന്നതെങ്കിൽ, നമുക്ക് മരണം സംഭവിക്കുന്നെങ്കിൽ, അടുത്ത ജന്മം നമുക്ക് അവിടം തൊട്ട് തുടങ്ങാം. എവിടം വരെ നമ്മൾ ഈ കർമ്മയോഗം, ഈ വിദ്യ, ഇതിന് ആത്മവിദ്യ എന്നാ പറയുന്നത്. ആത്മവിദ്യ എന്ന് പറയാൻ കാരണം എന്തുവാ? ഞാൻ ആത്മാവാണെന്നുള്ള ഞാൻ കംപ്ലീറ്റ് ഇപ്പോൾ ഉള്ള എന്തുവാ? ജീവാത്മാവാ, ഞാൻ പരമാത്മാവാണ്. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ പരമാത്മാവിലോട്ട് പോകുന്ന ആ അറിവ്.
അത് വിദ്യയാണ്. അപ്പം ഈ ജീവാത്മാവ് പരമാത്മാവ് ആകണം. പക്ഷെ കംപ്ലീറ്റ് ആകാൻ പറ്റിയില്ല, അതിനു മുമ്പ് ശരീരം വിട്ടു. അപ്പോൾ വേറെ ശരീരം എടുക്കും. പക്ഷേ ഞാൻ ഇതുവരെ ആർജിച്ച ഈ ജ്ഞാനം ഉണ്ടല്ലോ, ഈ അറിവ് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നമുക്ക് അവിടം തൊട്ട് തുടങ്ങാൻ പറ്റും. അതുകൊണ്ട് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ചില കുട്ടികളെ കൊച്ചിലേ പോയി ഈ ആത്മീയമായിട്ടുള്ള നോളജ് ഇതിനെ കൂട്ടി അറിഞ്ഞ് അവരെ നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാലും അങ്ങനെ വരും. അവരുടെ ജന്മഗുണമാണ്. അവർ കഴിഞ്ഞ ജന്മം ആർജിച്ച ഗുണം അവർ കൊച്ചിലേ ആരംഭിക്കുന്നു. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ സ്റ്റേജിലെങ്കിലും ഇതിനോടുള്ള ഒരു താല്പര്യം വന്നതിന് കാരണം എന്താ? നമ്മുടെ ജീവിതം ഉയർന്നു വന്നുകൊണ്ടിരുന്നതാ. നമ്മൾക്കിപ്പോൾ എത്രയോ പേര് ഇതിനോട് താല്പര്യമില്ലാതെയും ഇതിന് ചെവി കൊടുക്കാതിരിക്കുന്നവർ എത്രയോ ഉണ്ട്, ഇതിനെ പുച്ഛിച്ച് തള്ളുന്നവർ. അവർക്ക് ഇനി എത്രയോ ജന്മങ്ങൾ ആകും ഇതുപോലൊരു ഗീതയോ ഇങ്ങനെയുള്ള ഒരു താല്പര്യം വരാൻ. നമ്മുടെ ചുറ്റും എത്രയോ പേരെ കാണാം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യമാണ്, ഈ അവസരമാണ്, സുവർണ അവസരമാണ്. ശരിക്കും നമുക്ക് ഇതിനോട് താല്പര്യം വന്നു, ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഈ ഗീത അറിയുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് വല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു? നമുക്ക് ഇതിനെക്കുറിച്ച് കോമൺ സെൻസ് കൂടെ കിട്ടുന്ന ഒരു സംഗതിയല്ല. ഭൗതികമായിട്ടുള്ള എത്ര അറിവുണ്ടായാലും, നമ്മൾ എന്തൊക്കെ പഠിക്കുന്നവരായി എന്തൊക്കെ പഠിച്ചു കൂട്ടിയാലും ഈ അറിവ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത് ഗുഹ്യതരം എന്ന് പറയുന്നത്. വളരെ രഹസ്യത്തിൽ ഏറ്റവും അതിയായിട്ടുള്ള രഹസ്യം ഇത്. വേറെ ആള് നമുക്ക് കോമൺ സെൻസ് കൂടെ കിട്ടുന്നതല്ല. ഒരു ഗുരുവിൽ കൂടെ ഗ്രന്ഥങ്ങളിൽ കൂടെ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നു ചേർന്നിരിക്കുക. എത്രയോ പേർക്ക് ഈ അവസരം കിട്ടുന്നില്ല. അവസരം കിട്ടിയാൽ തള്ളിക്കളയുന്നു. ഇപ്പം നമ്മൾ ഈ എപ്പോഴും ഒരു നിരന്തര ചിന്തനം വേണം. നമ്മൾ ഈ ഈശ്വരന്റെ അംശമാണെന്നുള്ള ഒരു നിരന്തരം അതൊരു പ്രത്യേക സമയത്ത് മാത്രം. നമ്മൾ എപ്പോഴും പണ്ടത്തെ ഒരു ആചാരമാണ്, രാവിലെ കുളിച്ച് വരുമ്പോൾ വിളക്ക് കത്തിക്കും, അല്ലെങ്കിൽ ഭസ്മം തൊടും, വൈകുന്നേരം കുളിച്ച് വിളക്ക് കത്തിക്കും. ഇപ്പോഴൊക്കെ അങ്ങനല്ല. നമ്മൾ ഭക്തിയെ കണ്ടിട്ടുള്ള ഒരു വേറെ തലത്തില. ഈ ഭക്തി അങ്ങനല്ല. നമ്മൾ തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്നൊക്കെ തിയറിറ്റിക്കലായിട്ട് അറിയാം. പക്ഷെ എന്നിലും ഈശ്വരനുണ്ടെന്ന് ആർക്കും ധാരണയില്ല. ഈശ്വരൻ ഇരിക്കുന്ന ഏതോ പ്രധാനപ്പെട്ട അമ്പലങ്ങളിലാണ്. നമ്മൾ അടുത്തൊരു കൃഷ്ണന്റെ അമ്പലം ഉണ്ടെങ്കിൽ ഈ കൃഷ്ണനല്ല, ഗുരുവായൂർ കൃഷ്ണനാണ് ശക്തിയുള്ളത്. ഈ കൃഷ്ണൻ അതിന് ശക്തിയില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലായ അതാ. നമുക്ക് നമ്മുടെ മനസ്സിൽ ചില ഓരോരുത്തർക്കും ഓരോ ദേവതാ സങ്കല്പങ്ങളുണ്ട്. അതിലാണ് അവരുടെ മൊത്തം വിശ്വാസവും ഇരിക്കുന്നത്. അവരവരിൽ ആ ഈശ്വരൻ, നമ്മളിപ്പോൾ ഗുരുവായൂരപ്പനോ അയ്യപ്പനോ അല്ലെങ്കിൽ ദേവിയോ, അത് എന്നിലാണെന്നുള്ളൊരു ധാരണ നമുക്കില്ല. നമ്മൾ ഓരോന്നിൽ കൂടെ ഇങ്ങനെ അറിവിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ നമ്മുടെ സമയത്തിനെ കൊന്നുകൊണ്ടിരിക്കുക. സമയം ടൈം പാസ്സാണിത്. പലതും കേട്ട് ഒന്നും മനസ്സിൽ നിൽക്കത്തില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിൽ നിൽക്കാത്തേ? എന്താ നമ്മൾക്ക് ഓർക്കാത്തേ? ശരിക്കുള്ള ജിജ്ഞാസയും ശ്രദ്ധയും ഇല്ല. എനിക്ക് ഉയരണം എന്നുള്ള എൻ്റെ മനസ്സിനെ ഉയർത്തണം, എനിക്ക് മോക്ഷത്തിലോട്ട് പോകണം എന്നുള്ള അതിയായ ഒരു ആഗ്രഹം വേണം. യത് ഭാവ തദ്ഭവതി എന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ ചില കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയാലും, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നടക്കും. പക്ഷെ അത് കർമ്മഫലത്തിൽ ഇല്ലെങ്കിൽ അത് തട്ടിപ്പോവും. നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഈ എൻഡ് റിസൾട്ട് അല്ല. ഒരു വിജയം ഉണ്ടാകുന്നു, പരാജയം ഉണ്ടാകും, അതിലല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിടുന്ന എഫർട്ടാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം പറഞ്ഞല്ലോ, നമ്മുടെ കർമ്മഫലം ഇതിനൊരു വലിയൊരു ഇമ്പോർട്ടൻ്റാ. പക്ഷെ നമ്മൾ ചെയ്യാനുള്ള, കൃഷ്ണൻ പറയുന്നുണ്ട്, നമുക്ക് കർമ്മം ചെയ്യാനായുള്ള അധികാരം. ആ റിസൾട്ടിൽ, അതിൻ്റെ ഫലത്തിൽ മനസ്സുകൊണ്ട് വെക്കാൻ നമുക്ക് അധികാരമില്ല. കാരണം ആ ഫലം പലതിനും സബ്ജക്റ്റ്, പല ഘടകങ്ങൾക്ക് അധീനമാണ് ആ റിസൾട്ട്. പക്ഷെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കർമ്മം ചെയ്യുന്ന ഒന്നും വിഫലം. എങ്ങനെ ഈ കർമ്മഫലം നമുക്ക് തീർച്ചയായിട്ടും, നമ്മൾ ഏത് കർമ്മം ചെയ്യുന്നു അതിന്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും. നമുക്കിപ്പോ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലം ചിലപ്പം ഇപ്പൊ കിട്ടത്തില്ല. ചില കാർമിക എഫക്ട് ഗീച്ച ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഗീച്ച ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഈ നമ്മുടെ കർമ്മഫലം, നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ സിൻസിയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ സാധനങ്ങളും ഓരോ രീതിയിലും. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ എഫക്റ്റ് വരുന്നില്ല. അതിന് സമയമാകുമ്പോഴേ അതിന്റെ ഫലം വരത്തുള്ളൂ. നമ്മൾ വിചാരിക്കും, ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഫലം കിട്ടുന്നില്ലല്ലോ, എനിക്ക് അതിലോട്ട് മനസ്സുറയ്ക്കുന്നില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് നമ്മൾ നിരാശരായപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഈ എഫർട്ട് ഒരിക്കലും വേസ്റ്റ് ഇല്ല. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ കർമ്മഫലമുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പല അനുഭവങ്ങളും പ്രാരബ്ധമുണ്ട്.
അപ്പോൾ ഈ പ്രാരബ്ധത്തിനിടയ്ക്ക് ഇത് പെട്ടെന്ന് പ്രകടമാണെന്നില്ല. പക്ഷെ ഇപ്പം നമ്മൾ എടുക്കുന്ന എല്ലാ എഫർട്ടുകളും ഒന്നും വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. അത് നമ്മൾ ഈ ഗീതയിൽ ഓരോ ശ്ലോകത്തിലൂടെ പോകുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. കൃഷ്ണൻ എല്ലാത്തിനും നമുക്ക് ഗ്യാരണ്ടി തരുക. നമ്മൾ ചെയ്യുന്ന എഫർട്ടുകളൊന്നും വേസ്റ്റ് ആയിട്ട് പോകത്തില്ല. സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ഇടയ്ക്ക് ഈ ലൈനിലോട്ട് വെച്ചാൽ എൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ മനസ്സിൻ്റെ ഉയർച്ച, എൻ്റെ മനസ്സ് ഈശ്വരൻ ലയിക്കണമെന്ന് ആ ഒരു ഡെഡിക്കേഷനോട് ചെയ്യുന്ന, സമർപ്പണ ബുദ്ധിയോട് ചെയ്യുന്ന ഏത് കർമ്മത്തിൻ്റെയും ഇതെല്ലാം ഫലം ഉണ്ടാവും അതിൻ്റെ സമയം വരുമ്പോൾ. അല്ലാതെ കൃഷ്ണൻ ഇത്ര സമയത്തുള്ളിൽ നിങ്ങളിപ്പോൾ എഫർട്ട് ഇട്ടു, ഇത്ര സമയത്തുള്ളിൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും, അങ്ങനെ തരുന്നില്ല. കാരണം നമ്മുടെ ഓരോരുത്തർക്കും ഓരോ കർമ്മഫലമാണ്. നമ്മുടെ പ്രാരബ്ധം ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണ്. ആ പ്രാരബ്ധ ആ പ്രാരബ്ധത്തിനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിരിക്കും. പക്ഷെ നമ്മൾ ഈ ജന്മം എടുത്തത് ഈ ശരീരം വിടുന്നതിന് മുമ്പ് എന്തെല്ലാം അനുഭവിക്കണമെന്നുണ്ടോ അത് അനുഭവിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിനുള്ളിൽ ഞാൻ ഈ കർമ്മം ചെയ്ത് എൻ്റെ മനസ്സിനെ ലയിപ്പിച്ചാൽ ശരീരത്തിന് കർമ്മഫലം വരും, അത് മനസ്സിനെ ബാധിക്കത്തില്ല. അതൊരു വളരെ പരമാർത്ഥമാണ്. നിങ്ങൾ ഈ ഒരു നമ്മൾ ഇതിലേക്ക് ഈ കേൾക്കുന്നത് നിരന്തരം ചിന്തിച്ച് വളരെ സിൻസിയറായിട്ട് ചിന്തിച്ചാൽ അനുഭവത്തിൽ അത് വരും. ഇപ്പൊ ഇതുവരെ നമ്മൾ അനുഭവിച്ച ചില പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ ഫ്യൂച്ചറിലോട്ട് കുറച്ച് ഇതിലോട്ട് മനസ്സ് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ഒരു പ്രശ്നങ്ങളല്ലായിട്ട് തീരും. പ്രശ്നങ്ങൾ വരും, ഉണ്ടാവും, പക്ഷെ അത് നമ്മളെ മനസ്സിനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഈ ഒരു അറിവിന്റെ തലത്തിൽ ഉറച്ചൊരു മനസ്സാണെങ്കിൽ ഇതേ പ്രശ്നം ഈ അറിവ് ഉറയ്ക്കുന്നതിന് മുമ്പുണ്ടായി ഞാൻ എങ്ങനെ ഫേസ് ചെയ്ത് അതുപോലെ ആയിരിക്കത്തില്ല. അത് നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ടാണ് എത്രയോ ഈ ഭഗവത്ഗീത എത്രയോ വേൾഡ് ഫേമസ് ആയിട്ട് എത്രയോ പേര് എത്രയെല്ലാം ഭാഷകളിലും ദേശങ്ങളിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മളെക്കാട്ടി അറിവുള്ളവർ കൂടുതലും വിദേശീയരായി ഇത് വന്ന് പ്രാക്ടീസ് ചെയ്യുന്നേ. കാരണം ഇതിൻ്റെയൊക്കെ ചുമ്മാ ഒരു കാര്യമില്ലെങ്കിൽ അവർ വന്ന് പ്രാക്ടീസ് ചെയ്യുമോ? ഇതിനൊക്കെ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രാധാന്യം അറിയുന്നില്ല. പക്ഷെ പ്രാധാന്യം അറിയണമെങ്കിലോ ഞാൻ അതിനെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ചുമ്മാ അറിവിൻ്റെ തലത്തിൽ എനിക്ക് കുറേ ഗീത പഠിച്ചു, ഗീതയുടെ ശ്ലോകങ്ങൾ അറിയാം, എനിക്ക് അർത്ഥങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിൽ ഇപ്പം ഇതിനകത്തിൽ ചിന്മയാനന്ദ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട് ഒരാൾ പറയുക ഞാൻ ഇത്ര പ്രാവശ്യം ഗീത വായിച്ചിട്ടുണ്ട്, 100 പ്രാവശ്യം ഗീത വായിച്ചു. ചിന്മയാനന്ദ ചോദിക്കുന്നു എത്ര പ്രാവശ്യം ഗീത നിങ്ങളിൽ കൂടെ പോയി എന്ന് വെച്ചാൽ ഗീത പ്രകാരം നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഗീത അറിവിന്റെ തലത്തിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ശ്രവിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നിരന്തരം മനനം ചിന്തിച്ച് ചിന്തിക്കുമ്പോഴേ എൻ്റെ മനസ്സിന് ഉറപ്പ് വരുത്തുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കേട്ട് എത്രയോ യൂട്യൂബിൽ എവിടെല്ലാം നല്ല നല്ല പ്രഭാഷണങ്ങൾ നടക്കുന്നു. പക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോൾ ശരിയാ നമുക്ക് നല്ലതാ കേട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ഒന്ന് കേട്ടു, അടുത്ത് കേട്ടു, ഇങ്ങനെ കേട്ടു, നമ്മൾ ഈ കേട്ടതിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. അപ്പൊ കേട്ടു, അത് ശരിയാ, നല്ലതാ. പിന്നെ അടുത്ത വേറൊരാളെ കേട്ടു, അത് ശരിയാ. പലരും പല തലത്തിൽ പറയും, ഓരോരുത്തരും. അത് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ ഉറക്കത്തില്ല. അതേസമയത്ത് നമ്മൾ ഈ ഗീതയുടെ ഒരു ബുക്കുണ്ടെങ്കിൽ അത് വായിച്ച് അതിനൊരു ചിന്തിക്കുക. എന്താണ് അതിൽ വ്യാഖ്യാനത്തിൽ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. അത് സംസ്കൃതം പഠിക്കണമെന്നില്ലല്ലോ, നമുക്ക് ഭാഷ ശരിക്കും അതിൻ്റെ അർത്ഥം പിടികിട്ടത്തില്ല. പക്ഷെ അതിൻ്റെ വ്യാഖ്യാനം എത്രയോ സ്വാമിമാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ വ്യാഖ്യാനം വെച്ച് ഇതാണ്, അതിനെക്കുറിച്ച് നിരന്തരം ചെയ്യുക, അങ്ങ് ചിന്തിക്കണം. മനസ്സിൽ നമുക്കറിയാമല്ലോ, പഠിക്കുന്ന സമയത്ത് എങ്ങനെയാ ഒരു മനസ്സിലൊന്ന് ഉറയ്ക്കുന്നേ? ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചാൽ അത് മനസ്സിലങ്ങ് പതിയുമോ? നമ്മൾ എന്തെല്ലാം രീതിയിൽ അത് നമ്മുടെ സബ്ജക്റ്റുകൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ പല പല മെത്തേഡിൽ പഠിച്ച് നമ്മളതിനെ മനസ്സിൽ ഉറപ്പിക്കത്തില്ലേ? അതുപോലെ ഇത് മനസ്സിൽ ഉറപ്പിക്കണം. പക്ഷെ അതിൻ്റെ സ്വഭാവത്തിൽ, മറ്റേ നമ്മൾ പഠിക്കുന്നൊന്നും സ്വഭാവത്തിൽ വരേണ്ട കാര്യമില്ല, മനസ്സിൽ ഉറയ്ക്കും. പക്ഷെ ഇതങ്ങനല്ല. ഇത് അങ്ങനെയുള്ള തിയറിയല്ലേ പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാം. അപ്പം നമ്മൾ ഈ സയൻസ് ഒക്കെ പഠിക്കുമ്പോഴോ, സയൻസ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ തിയറി പഠിക്കുന്നത് ലാബിൽ പോയി ഏത് ഇതായിക്കോട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, എല്ലാം ഏത് ഫീൽഡ്, മെഡിസിൻ ആയാലും എവിടെ ആയാലും അതിനെ പ്രാക്ടീസ് ചെയ്യും, പരിശീലിക്കും. ഇത് പറയുന്ന നമ്മുടെ സ്വഭാവത്തിനെ കുറിച്ച്. അപ്പം നമ്മൾ എങ്ങനെ മനസ്സ് വെക്കണം, ആ മനസ്സ് എങ്ങനെ കർമ്മം ചെയ്യണം, ഇത് നമ്മൾ ഈ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. അതിനനുസരിച്ച് ഓരോ കർമ്മത്തിനെ മാറ്റി ചെയ്യണം. ഇങ്ങനെ പ്രാക്ടീസ് എടുത്താൽ നമ്മുടെ മനസ്സ് ഉയരുന്നത് നമുക്ക് തന്നെ, നമ്മൾ കാണുന്ന വിധം മാറുന്നത് നമുക്ക് തന്നെ അനുഭവപ്പെടും. അപ്പം
നമുക്കൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരാൾക്ക് നമുക്ക് വലിയ ഉപകാരം ഉണ്ടായി, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ സഹായിച്ചിട്ടുണ്ട്, വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ വളരെ സഹായിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തി. ആ വ്യക്തി എന്തെങ്കിലും ഒരു സംഗതിയിൽ ഇതാവുന്നു, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അത് വേറൊരാളോടോ, നമ്മളോടല്ല, അല്ലെങ്കിൽ വേറൊരാളോടോ പുള്ളി അന്യായമായിട്ട് പെരുമാറുന്നു. നമ്മൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുവോ സപ്പോർട്ട് ചെയ്യത്തില്ലയോ? മഞ്ജുവിന് എന്തോ തോന്നുന്നു? ജീവിതത്തിൽ നമുക്ക് ഒരു വ്യക്തി വളരെയായിട്ട് ഉപകാരപ്പെട്ട് വളരെ നമുക്ക് സഹായമൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ വ്യക്തി വേറൊരാൾക്ക് ഒരു ഒരു ചതി ചെയ്യുവാണ്. ആ വ്യക്തിയെ നമ്മളോട് ഇടപെട്ട് നമ്മളും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ പുള്ളിയെ എതിർക്കുവോ അനുകൂലിക്കുവോ? ഗേജിച്ച് എന്തോ ചെയ്യും? കേൾക്കുന്നുണ്ടോ? ആരും കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് ഞാന്. ആ, ഉം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു ഒരു വ്യക്തി വ്യക്തമാകുന്നില്ല. ഒരു വ്യക്തി നമുക്ക് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി കൊണ്ട് നമുക്ക് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. അതേ വ്യക്തി നമ്മൾ വേറൊരാൾക്ക് ഒരു ചതി ചെയ്യുക. ആ വ്യക്തിയെ നമ്മൾ അനുകൂലിക്കുകയോ എതിർക്കുവോ? എതിർക്കും. ഏ എതിർക്കുമല്ലേ വേണ്ടേ? എതിർക്കും അല്ലയോ വേണ്ടെന്നല്ല, നമ്മൾ എന്താ സാറിന് ചെയ്യുന്നേ? അല്ല, വേറൊരാളെ ചതിക്കുമ്പോ അത് കണ്ടു നിൽക്കുന്ന എങ്ങനെ? അത് നമുക്ക് എതിരായിട്ട് ഇതായിട്ട് ഇഷ്ടപ്പെടത്തില്ല നമുക്ക്. നമുക്ക് ഇഷ്ടപ്പെടുത്തുന്നില്ല, നമ്മളെ മ- 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 അയാളെ എതിർക്കുവോ? എതിർക്കും. സത്യസന്ധമായിട്ടേ പറയാം. ലയ ചേച്ചി എന്തോ പറയുന്നു? എതിർക്കത്തില്ല, പക്ഷെ അനുകൂലിക്കത്തില്ല. എതിർക്കത്തില്ല പക്ഷെ അനുകൂലിക്കത്തില്ല. അനുകൂലിക്കത്തുമില്ല, എതിർക്കത്തുമില്ല. ആ, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ നമുക്ക് ആ വ്യക്തി വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്, വളരെ ആ നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് നമുക്ക് പറയാം. പക്ഷെ അതേ വ്യക്തി വേറൊരാൾക്ക് ദ്രോഹം ചെയ്യുന്നു. അത് നമ്മുടെ കാര്യമല്ല. അത് നമ്മുടെ കാര്യമല്ല. അപ്പോൾ അത് നമ്മൾ അതിനെ എതിർക്കത്തില്ല. എതിർക്ക ഗേജിക്ക് എതിർക്കുമെന്ന് പറയുവാണോ? എനിക്ക് ഞാൻ എതിർക്കുമെന്ന് പറയും. അനുഭവത്തിൽ അങ്ങനെ നമ്മൾ ആയിരുന്നോ? പല കാര്യത്തിലും അങ്ങനെ ആയിരുന്നോ? നമുക്ക് ഇഷ്ടമല്ലാത്തത് കണ്ടാ എതിർക്കും. കള്ളം പറയരുത്. നമ്മളിത് കള്ളം പറഞ്ഞ് ജയിക്കാനല്ല ഇത്. അതല്ല അതല്ല, പക്ഷേ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാത്ത ദേഷ്യത്തിലല്ലേ നമുക്ക് താല്പര്യമില്ലെന്ന് പറയൂ. അങ്ങനെ കാണിക്കുന്നത് അതേ ഉള്ളൂ. മഞ്ജുവിന് മനസ്സിലായോ? ഇടയ്ക്ക് പോയായിരുന്നു. മഞ്ജു കേൾക്കുന്നുണ്ടോ? മ്യൂട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരാള് വിട്ടുപോകാറുണ്ട്. എന്തോ ചോദിച്ചത്? ഒരാള് നമ്മളോട് ആ. വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്രിട്ടിക്കലായിട്ട് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ആള് വേറൊരാൾക്കൊരു ദ്രോഹം ചെയ്യുന്നു, നമ്മളോട്ട് ബന്ധപ്പെട്ട വേറൊരാളാ. ഈ നമുക്ക് ഹെൽപ്പ് ആ. ചെയ്ത ആളെ നമ്മൾ എതിർക്കുവോ പുള്ളിയെ അനുകൂലിക്കുവോ? എല്ലാവർക്കും ദോഷമായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ എതിർക്കും. നമുക്ക് അയാളെ കൊണ്ട് നല്ല ഗുണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ലതായിട്ട് നമുക്ക് നല്ല നമുക്ക് ചെയ്തതാണെങ്കിലും ഞാനും നീയും ആ, നിന്റെ ഫ്രണ്ടും അയാൾ ആ. നിന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിന്റെ ഫ്രണ്ടിനോട് ചതിയാ ചെയ്യുന്നേ, നീ അയാളെ അപ്പൊ എതിർക്കുവോ? നമ്മൾ ഏ എതിർക്കണം. എതിർക്കണം എന്നുള്ളതല്ല ചോദിച്ചേ, എന്താണ് എതിർക്കും ചെയ്യുന്നതെന്നാ എതിർക്കും. ചോദിച്ചത്. ഇപ്പൊ നമ്മളോട് നല്ലതൊക്കെ ചെയ്തതാണ്, നമ്മളോട് നല്ലതാണ്. ആ പക്ഷെ ആ വേറൊരാളോട് തെറ്റായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്താൽ ഉം. നമ്മളത് ചൂണ്ടിക്കാണിക്കണം. അത് തെറ്റാണ്,
അങ്ങനെ അവരോട് ചെയ്യുന്ന അത് തെറ്റാണെന്ന് അവർ അങ്ങനെയുള്ള അനുഭവം ഉണ്ടോ? വഴക്കായിട്ട് പറയാനല്ല, ചെയ്തത് ശരിയായില്ല എന്ന് പറയാമല്ലോ. നമുക്ക് അത്ര അതേ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതേ മിണ്ടാതിരിക്കുവോ? നമുക്ക് അത്രയും സ്വാതന്ത്ര്യം അതേ സൈലന്റ് ആയിട്ട് അല്ല പറയാൻ ഏ അല്ല, നിങ്ങൾ നമ്മളോട് ചോദിക്കുന്നില്ല. ചോദിക്കുന്നില്ലെങ്കിലും മറ്റൊരാൾക്ക് ദോഷമായിട്ടാണ് അത് വരുന്നതെങ്കിൽ അവർക്ക് നിങ്ങൾ മറ്റുള്ള ചെയ്തത് നിങ്ങൾ വേറൊരാൾക്ക് ചെയ്തത് ദോഷമായിട്ട് തെറ്റാണെന്ന് വിളിച്ചു പറയുവോ? പറയാം. പറയാം. വേറൊരാൾക്ക് ദ്രോഹമായിട്ട് വരുന്നെങ്കിൽ അത് വിളിച്ചു പറയും. പറയാം എന്നല്ല, എന്താണ് പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ചോദിച്ചേ. എന്തിനാ നമുക്ക് പോരാണ്ടല്ലോ, എന്തിനാ ചുമ്മാതെ? നമ്മൾ അങ്ങനെ വിചാരിക്കത്തുള്ളൂ അല്ല ഇപ്പൊ പൊതുവെ. നമ്മൾ അങ്ങനെ ആണെങ്കിൽ എത്രയോ പൊതുവെ അല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഇപ്പം ലോകത്ത് എന്തെല്ലാം നടക്കുന്നു, പക്ഷെ അതിനൊക്കെ നമുക്കൊന്നും ആ, ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ അങ്ങനല്ല ചോദിച്ചേ. ലോകത്ത് അതാ നമുക്ക് ആ എല്ലായിടത്തും പോയി ഇടപെടാൻ പറ്റത്തില്ല. ഞാനും പറ്റില്ല. എന്റെ ആ കൂട്ടുകാരനും മൂന്ന് ആ പേരും കണക്റ്റഡാ. എന്നോട് ആ ഉപകാരം അതാ ചെയ്യുന്നു, പറഞ്ഞത്. മറ്റേയാളോട് ദ്രോഹം ചെയ്യുന്നു. അത് ഇതിനെ ഈ പറയണം. മഹാഭാരത യുദ്ധം നടന്നതേ അങ്ങനെ എതിർത്തോണ്ടല്ലയോ യുദ്ധം നടന്നത്? ആരെതിർത്തു? മഹാഭാരത യുദ്ധം നടന്നില്ലേ? ആരെതിർത്തു? ഏ ആരെതിർത്തു? അത് പിന്നെ ഈ പാണ്ഡവരെ അവർക്ക് ഇഷ്ടമല്ലാതെ വന്ന് മറ്റവർക്ക് രണ്ടു കൂട്ടരും എതിരായിട്ട് വന്നപ്പോഴേ അടുത്ത ബന്ധുക്കളായിട്ടുള്ള അവര് യുദ്ധത്തിന് ഒരുങ്ങിയത് അവരുടെ പ്രവർത്തികൾ കണ്ട്. അല്ല, പാണ്ഡവരെ ദ്രോഹിച്ചു കൗരവര്. അതെ. കൗരവർ ആരെ ഹെൽപ്പ്? ഞാൻ പറഞ്ഞ അതും ഇതുമായിട്ട് അത് ഗേച്ച് പറഞ്ഞത് വേറൊരു ഇതാ ഇത്. പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു അനുഭവം ഉണ്ട്, ഓരോരുത്തരുടെ അനുഭവം ഉണ്ട്. അതാ ഞാൻ ഇത് ചോദിക്കുന്നേ. അമ്മോ കേട്ടായിരുന്നോ? അമ്മോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. ഒരാൾ അമോഘനെ വളരെയായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അമോഘന്റെ ഉം, ഉം. അടുത്തൊരു കൂട്ടുകാരനെ അയാൾ ദ്രോഹിക്കുന്നു. അമോഘ ഓ അതിനെ ഓ എതിർക്കുവോ അനുകൂലിക്കുവോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ അതുകൊണ്ട് അറിയില്ല. ഉണ്ടായാൽ ഉണ്ടായാൽ അത് അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ചിരിക്കും സാറേ. അതെ, ഇപ്പൊ ഗ്രാവിറ്റി വലിയ നല്ല ഗ്രാവിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എതിർക്കും. കാരണം ആ, എന്താ ഇപ്പൊ ഒരു വലിയ അപരാധമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കും. ചെറിയ ചെറിയ സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ണടയ്ക്കും. കാരണം നമുക്ക് എന്തെങ്കിലും നമ്മുടെ പൊസിഷൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ എന്റെ പൊസിഷൻ ഇപ്പൊ എനിക്ക് ആ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ കണ്ണടച്ചെന്നിരിക്കും. അതാ അതാ നമ്മുടെ ഇത് സാധാരണ ലൈഫ് സംഭവിക്കുന്നതാ. നമുക്ക് ഉപകാരം ചെയ്തല്ലയോ, എന്തിനാ ഇത് നമ്മൾ ഇടപെടണ്ട, നമ്മൾ അങ്ങനെ വിചാരിക്കത്തുള്ളൂ. ഇല്ലേ? ഒരു സ്വാഭാവികമല്ലയോ നമുക്ക്? പക്ഷെ എനിക്കും വേണമെങ്കിൽ അതിനെ എതിർക്കാം. പക്ഷെ കാരണം വേറെങ്ങോ നമ്മളുമായിട്ട് ബന്ധമില്ലാത്തൊരു സംഗതിയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ തന്നെ നമ്മൾ അന്വേഷണം അങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഇപ്പോൾ ഒന്ന് എതിർക്കുകയും വേണ്ട ചെയ്യുന്നത് നമ്മൾ അവിടെ സൈലന്റ് ആവും. ഇല്ലേ? അതൊരു കോമൺ ആയിട്ടുള്ള നമ്മൾ ഈ ഐഡിയോളജിക്കായിട്ടല്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് സംസാരിക്കുക. അപ്പോ അവിടെ പറഞ്ഞേ ഇതിനകത്ത് ഈ മഹാഭാരതത്തിൽ ഇങ്ങനെ കുറെ സന്ദർഭം ഉണ്ട്, അറിയാവോ? എന്ന് പറയാവോ ആർക്കെങ്കിലും? കർണന്റെ സിറ്റുവേഷനെ ആ കർണന് ദുര്യോധനൻ ഇതാക്കി വലിയ രാജ്യമൊക്കെ കൊടുത്ത് ഇരുത്തിയപ്പം കർണന്റെ മുമ്പിൽ വെച്ച് ഇതെല്ലാം തെറ്റുകൾ നടന്നിട്ട് കർണൻ മിണ്ടാതിരിക്കുവായിരുന്നല്ലോ. അതുപോലെ വേറെ ആരൊക്കെയുണ്ട്? ഭീഷ്മര്, ദ്രോണര്, ഇവരെല്ലാം ദ്രോണര് അവരെല്ലാം കണ്ടു. ഇതെല്ലാം നമ്മുടെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ മറ്റുള്ളവർക്ക് അധർമ്മം കാണിക്കുമ്പോൾ അവര് സപ്പോർട്ട് ചെയ്യുന്ന രാജാവ് പക്ഷെ വിതുരര് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനെ എതിർത്ത് പറഞ്ഞപ്പോ വെളിയിൽ പോകേണ്ടി വന്നു. പക്ഷേ കർണനെ, ഭീഷ്മര്, ദ്രോണർ ഇവരൊക്കെ അവർ സൈലന്റായി, മൗനമായിരുന്നു. ഇല്ലേ? ഇത് നമ്മുടെ ലൈഫിൽ നടക്കുക, എല്ലാവരും ഒരു കോമൺ ലൈഫിൽ നടക്കുന്നതാ. നമ്മൾ മിണ്ടത്തില്ല, മൗനം. എന്തിന്? കാരണം നമുക്ക് അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ദ്രോണരും
ഭീഷ്മരുമൊക്കെ ആ രാജ്യത്തിന്റെ അവരുടെ ചോറ് കഴിച്ച് ഇരിക്കുക. എന്തിനാ അവരെ എതിർക്കുന്നേ? ലയിച്ചെന്തോ പറയാൻ വന്നേ? എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സമയമായി തോന്നുന്നു. എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നൈയിൽ ഒരു ഫ്ലാറ്റില്, അവിടെ ഞാൻ സെക്രട്ടറിയാ, പ്രസിഡന്റ് ഒരു ജഡ്ജിയാ, ഒരു ഫ്ലാറ്റിന്റെ അസോസിയേഷനാണ്. അപ്പം അവിടെ ആ ജഡ്ജിയുടെ ഇൻഫ്ലുവൻസിൽ സമ്മറിൽ കോർപ്പറേഷൻ വാട്ടർ, ചെന്നൈ കോർപ്പറേഷൻ വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട് ടാങ്കറിൽ. ആ ജഡ്ജി ആയതുകൊണ്ട് അങ്ങയുടെ ഇൻഫ്ലുവൻസിൽ ടാങ്കർ ലോറി വെള്ളം കൊണ്ട് നിറച്ചു സമ്പില്. എന്നിട്ട് അത് മേളിൽ ഓരോ ടാങ്കിൽ കയറ്റി അങ്ങേര് മാത്രം ഉപയോഗിക്കുകയാണ്. അവിടെ 10 പേരുണ്ട്. അപ്പോഴേ ഞാൻ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, ബാക്കി 9 മെമ്പേഴ്സും ഉണ്ട്. അപ്പം അവരെല്ലാം ചോദിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യുന്നത് ന്യായമാണോ? അല്ലല്ലോ, ഇത് കോമൺ ആയിട്ടുള്ളൊരു ടാങ്കിൽ കൊണ്ടുവന്ന് സമ്പിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്നു, കോമൺ ഇലക്ട്രിസിറ്റി ആണ്, അതിലടിച്ച് മേളിൽ കെട്ടുന്നു, അവിടുന്ന് അങ്ങേര് മാത്രം ആ വെള്ളം എടുക്കുന്നു, ബാക്കി ആർക്കും കൊടുക്കുന്നില്ല. അപ്പം ആരോട് ചോദിക്കുന്നില്ല, എന്നോട് ചോദിക്കുന്നുണ്ട് പതുക്കെ. അപ്പം ഞാൻ ഈ ജഡ്ജി കാരണമാണ് ഞാനിവിടെ ഫ്ലാറ്റ് വാങ്ങിച്ചത്. ആ ജഡ്ജിയാണ് എനിക്ക് വളരെ നല്ലൊരു ആ ബിൽഡറുമായിട്ട് ചേർന്ന് എനിക്ക് ഒത്തിരി പ്രൈസിൽ എനിക്ക് ഒത്തിരി റിഡക്ഷൻ വാങ്ങിച്ചു തന്നു. ഞാൻ അങ്ങനെ അവിടെ ഫ്ലാറ്റ് വാങ്ങിച്ചത്, ആദ്യമായിട്ട് ജീവിതത്തിൽ ഫ്ലാറ്റ് വാങ്ങിച്ചതാ. അവര് എല്ലാവരും ഞാൻ പറഞ്ഞു, നിങ്ങൾ പറ, സാരമില്ല, അങ്ങനെ ജഡ്ജിയെ പേടിയാ, നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും എഴുതിത്താ. അല്ലോ, ഇത് വേണ്ട, പ്രശ്നമാക്കണ്ട, ചുമ്മാതെ അവര് ഈ ജഡ്ജി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അതിലാരും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം എനിക്ക്. പക്ഷെ അപ്പം ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുക, എനിക്ക് വേണം മിണ്ടാതിരിക്കാം. പക്ഷെ അന്ന് ഞാൻ ഗീതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ആ ജഡ്ജി, ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അങ്കിൾ, ഇത് കാണിച്ചത് നമ്മൾ ശരിയല്ലോ, ഇത് കോമൺ സമ്പല്ലേ, ഇത് പിന്നെ എല്ലാം ഇതിങ്ങനെ കാണിച്ച് ശരിയല്ലോ, അതൊരു വയലേഷൻ അല്ലയോ, ഇങ്ങനെയൊക്കെ ഒരാൾ മാത്രം എടുക്കുന്നതിന് പ്രസിഡന്റ് ആയിട്ടിരിക്കുക. അപ്പം ഞാൻ പുള്ളിക്കൊരു സെക്രട്ടറിയാണ്, പുള്ളിക്കൊരു ഫൈൻ ഇട്ടു അങ്ങനെ ചെയ്തേനെ. ആ കോമൺ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് മേളിൽ കയറ്റി അത്രയും വെള്ളം അവരുടെ പുള്ളി മാത്രമായിട്ട് ഉപയോഗിച്ചു. സമ്പും ഓവർ ടാങ്കും ഇലക്ട്രിസിറ്റി ഇതിലാണ് ചേർത്ത് ഒരു 300 രൂപ ഫൈൻ ഇട്ടു. അപ്പോൾ അത് പുള്ളിയുടെ ഞാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി, അങ്കിൾ ഇത് ശരിയല്ലോ, ഇതിപ്പോൾ എല്ലാവരും ചേർന്നിരിക്കുമ്പോൾ അവർ അതുകൊണ്ട് ഇപ്പം ഒരു റെന്റ് കൊടുക്കണം, ചുമ്മാ അത് ഒക്കത്തില്ലല്ലോ. പുള്ളി ആ ഫൈൻ അടച്ചു. പക്ഷേ എനിക്ക് ആ ഫ്ലാറ്റിൽ നിന്ന് പോകേണ്ടി വന്നു, പുള്ളിയുടെ വിരോധം എനിക്ക് വന്നു. ഞാൻ ആ ഫ്ലാറ്റ് പിന്നെ വിൽക്കേണ്ടി വന്നു, അവിടുന്ന് പോയി. പക്ഷെ ഇത് ഞാൻ ഗീത പഠിച്ചിട്ടല്ല ചെയ്തത്, എൻ്റെ ബുദ്ധിയിലല്ല ചെയ്തത്. അതാ പറഞ്ഞത്, ഞാൻ എൻ്റെ ബുദ്ധിയിലല്ല, അതാ പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില എവല്യൂഷൻ നടക്കുന്നുണ്ട്. എനിക്കും വേണം സൈലന്റ് ആയിട്ടിരിക്കാം, എനിക്ക് ആ ഫ്ലാറ്റ് വിൽക്കേണ്ടി വരത്തില്ല. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു ദോഷവും സംഭവിച്ചില്ല. ഈ ജഡ്ജി ഞങ്ങളുടെ തന്നെ റിലേഷനാണ്. അപ്പോൾ ആ ജഡ്ജി, ഞാനൊരു ബുക്ക് എഴുതിയതിന് ഗവൺമെന്റിൽ എനിക്ക് അഗൻസ്റ്റായിട്ട് കംപ്ലൈന്റ് എഴുതി ടാക്സ് വെട്ടിക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു കംപ്ലൈന്റ് ഒക്കെ എഴുതി അയച്ചേക്കുന്നു. അതിനും അത് റിജക്റ്റ് ചെയ്ത് വന്ന് പേപ്പേഴ്സ് എല്ലാം കൂടെ എൻ്റെ കയ്യിലാണ് കിട്ടുന്നേ. ആലോചിച്ച് നോക്കി. അതാ പറഞ്ഞേ, നമ്മളെ ധർമ്മത്തിൽ നിന്നാൽ ആ ധർമ്മം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും.